സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടൻ യേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Greetings in the precious name of our beloved Savior Lord Jesus Christ. ബഹുമാനപ്പെട്ട അച്ഛന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാനായിട്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലെ 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കാം. 9-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. I am John, your brother, and as a follower of Jesus, I am your partner in patiently enduring the suffering that comes to those who belongs to his kingdom. I was put on the island of Patmos because I had proclaimed God's word and truth that Jesus revealed. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും സഹിഷ്ണുതയിലും രാജ്യത്തിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ വചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നാം സ്നാപക യോഹന്നാനെ കുറിച്ച് അഥവാ ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് പഠിച്ചു. ഇത് ജോൺ ദി അപ്പോസ്റ്റൽ ആണ്. കർത്താവിൻ്റെ അപ്പോസ്തോലനായ അല്ലെങ്കിൽ ശിഷ്യനായിരുന്ന യോഹന്നാൻ അപ്പോസ്തോലനാണ് 4-ാമത്തെ സുവിശേഷം എഴുതിയത്. കൂടാതെ 3 ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. തൻ്റെ സത്യത്തെ ലോകത്തിന് വെളിപ്പെടുത്താൻ യോഗ്യനായി ദൈവം യോഹന്നാനെ കണ്ടു. Yes, God found John to be trustworthy to entrust his truth and to use him as a mouthpiece. ഈ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ ഒരു വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാൻ. എല്ലാവരും ഒരു വലിയ 3-fold ബ്ലെസ്സിങ്ങിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ വചനം വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാനാ, ഈ വചനം കേൾക്കുന്നവൻ ഭാഗ്യവാനാ,
അത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാനാ. വായിച്ച് കേൾപ്പിക്കുന്നതെന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി ദി വൺ ഹു റീഡ്സ് ഇറ്റ് പബ്ലിക്കലി ടു എ കോൺഗ്രിഗേഷൻ ഓർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ദേ ആർ ഓൾസോ ബ്ലെസ്ഡ്. അത് one who reads the word is blessed, one who hears the word is blessed, one who follows or obeys the word is also blessed. John the Apostle is in Patmos, a barren rocky island, little island it is, belonging to a group of islands called Sporades. 10 മൈൽ നീളവും 5 മൈൽ വീതിയുമുള്ള സ്ഥലമാണ്. ഏഷ്യ മൈനറിൽ നിന്നും 40 മൈൽസ് ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് ക്രസൻറ്റ് ഷേപ്ഡ് വിത്ത് ദ ഹോൺസ് ഓഫ് ദ ക്രസൻറ്റ് പോയിന്റിംഗ് ടു ദ ഈസ്റ്റ്. ഇറ്റ്സ് ഷേപ്പ് മേക്സ് ഇറ്റ് എ ഗുഡ് നാച്ചുറൽ ഹാർബർ. ക്രസൻറ്റ് ഷേപ്പ് അതിൻ്റെ 2 പോയിന്റ്സും സമുദ്രത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു നാച്ചുറൽ ഹാർബറാണ് ഈ പത്മോസ്. അധികം ആൾപ്പാർപ്പില്ലാത്ത ദ്വീപുകളിലേക്ക് നാട് കടത്തുക എന്നത് ആ കാലത്ത് റോമൻ ഗവൺമെൻറ്റിൻ്റെ സാധാരണ ഒരു പണിഷ്മെൻ്റ് ആയിരുന്നു. ഈ പണിഷ്മെൻറ്റിൽ സിവിൽ റൈറ്റ്സ് ഒക്കെ നഷ്ടപ്പെടും, എന്നാൽ എക്സിസ്റ്റൻസിന് അത്യാവശ്യമായത് മാത്രം ലഭിക്കും. കംഫർട്ട്സ് ഒന്നും കാണത്തില്ല അവിടെ. എന്നാൽ ഒരു പ്രത്യേകതയുള്ളത് പേഴ്സണൽ ഇൽ ട്രീറ്റ്മെൻറ്റോ ഹറാസ്മെൻറ്റോ ഒന്നുമില്ല, തടവിലുമല്ല. എന്നാൽ ഈ ദ്വീപിൻ്റെ അതിർത്തിക്കുള്ളിൽ വളരെ പരിമിതമായ ജീവിത സൗകര്യത്തിൽ മാത്രം കഴിയണം എന്നുള്ളതായിരുന്നു. സോ ഇന്ന് പത്മോസ് ഐലൻഡ് കാണാൻ ചെല്ലുന്ന വിസിറ്റേഴ്സിനെ പാറക്കെട്ടിലുള്ള ഒരു ഗുഹ സമുദ്രത്തിലേക്ക് നോട്ടമുള്ളത് കാണാൻ കഴിയും. യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതിയത് ഇവിടെ ഇരുന്നാണെന്ന് ഗൈഡ്സ് പറഞ്ഞു കൊടുക്കും. യെസ്, ജോൺ വാസ് ഇൻ എക്സൈൽ അറ്റ് പത്മോസ് ഐലൻഡ് for the sake of gospel and for the testimony of Jesus. 10ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃദിവസം നമുക്ക് നോക്കാം. ശബത്ത് ആചരിച്ചിരുന്ന ജനം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തോടെ ആഴ്ചവട്ടത്തിൻ്റെ 1ാം ദിവസം അഥവാ സൺഡേ കർത്തൃദിവസമായി ആചരിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ ഏഷ്യ മൈനറിലൊക്കെ ആയിരിക്കാം അത് ആദ്യമായിട്ട് ആരംഭിച്ചത് എന്ന് നമുക്ക് ഊഹിക്കാം. 2nd സെഞ്ച്വറിയുടെ ആരംഭത്തിൽ മിക്കവാറും എല്ലായിടത്തും തന്നെ ശബത്ത് മാറ്റി, സാറ്റർഡേ മാറ്റി ശബത്ത് സൺഡേ അല്ലെങ്കിൽ കർത്തൃദിവസമായിട്ട് ആചരിക്കാൻ തുടങ്ങി. The Sabbath commemorated the rest of God after the creation of the world. The Lord's Day commemorates the rising of Jesus from the dead or the resurrection day of the Lord. John was in the spirit. കർത്തൃ ദിവസത്തിലെ ആത്മവിവശനായി എന്ന്, അതായത് ആത്മാവിൽ നിറയപ്പെട്ടവനായിരുന്നു എന്ന് നാം അവിടെ കാണുന്നു. John was undergoing isolation, pain and hardship. No matter where a man is, no matter what he is undergoing, he may still be in the spirit in spite of all the odds. And if he is in the spirit even on Patmos Island, the glory and the message of God will come to him. 11, 12, 13 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മർണ, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവദോക്യ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്തൊരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. പുറപ്പാട് പുസ്തകം 25:31 തങ്കം കൊണ്ട് ഒരു നിലവിളക്കുണ്ടാക്കാൻ ദൈവം മോശയോട് കൽപ്പിക്കുന്നത് കാണാം. ശലോമോൻ ദേവാലയം പണിതപ്പോഴ പൊന്നുകൊണ്ടുള്ള വിളക്ക് തണ്ടുകൾ നിർമ്മിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. എസെക്കിയേൽ പ്രവചനത്തിലും സെക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലും ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. വിളക്കുകളുടെ നടുവിൽ മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു. അവൻ നിലയങ്കി ധരിച്ചിരുന്നു, മാറത്ത് പൊൻകച്ച കെട്ടിയിരുന്നു. മഹാപുരോഹിതന്റെ വസ്ത്രം, അല്ലെങ്കിൽ പുറപ്പാട് 28 നമ്മൾ നോക്കിയാൽ മഹാപുരോഹിതന്റെ വസ്ത്രത്തെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തിലും എസെക്കിയേൽ പ്രവചനത്തിലും ഈ വിവരണം കൊടുത്തിട്ടുണ്ട്.
ഇത് രാജവസ്ത്രം ആയിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. That dress represents the dress of the risen Christ and the supreme messenger of God. Yes, here Christ is shown in the glory of the threefold eternal offices as the prophet, the priest and king. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ. The one who brings the truth of God, the one who enables others to enter into the presence of God, and the one to whom God has given the power and dominion forever. അതാകുന്നു ക്രിസ്തുവിൻ്റെ നമ്മൾ അവിടെ കാണുന്നത്. 14-ും 15-ും വാക്യങ്ങളിൽ വായിക്കുന്നത്, അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാല് ഉലയിലിട്ട് പഴുപ്പിച്ച വെള്ളോടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവൻ്റെ വലങ്കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഇരുവായ്ത്തലയുള്ള വാള പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. യോഹന്നാനുണ്ടാകുന്ന ദർശനത്തിൽ യോഹന്നാൻ മരിച്ചവനെ പോലെ ആ കാൽക്കിഴ വീണു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോല് എൻ്റെ കൈവശമുണ്ട്. നമ്മളവിടെ വായിക്കുന്നത് അവൻ്റെ തലയും തലമുടിയുമൊക്കെ പഞ്ഞി പോലെ ആയിരുന്നുവെന്ന്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7:9 നാം വായിക്കുന്നത്, വയോധികനായ ഒരുത്തൻ ഇരുന്നു, അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും ആയിരുന്നു. പുരാതനായ ദൈവം വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും. അതെ, അങ്ങനെയാ നമ്മളവിടെ പുരാതനായ ദൈവത്തെക്കുറിച്ചാണ് കാണുന്നത്. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് അവൻ പറഞ്ഞത്. ഇറ്റേണൽ എക്സിസ്റ്റൻസ്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഷോസ് ദി പ്രീ എക്സിസ്റ്റൻസ് ആൻഡ് ഇറ്റേണൽ പ്യൂരിറ്റി ഓഫ് ക്രൈസ്റ്റ്. പഞ്ഞി പോലെയുള്ള മുടിയെ, അത് കർത്താവിൻ്റെ ആ ഇറ്റേണൽ എക്സിസ്റ്റൻസും ഇറ്റേണൽ പ്രീ എക്സിസ്റ്റൻസ് ആൻഡ് ഇറ്റേണൽ പ്യൂരിറ്റി അവിടെ നമുക്ക് കാണാനായിട്ട് കാണുന്നത്. ഹീ ഈസ് സിൻലെസ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്, എക്സ്റേ കണ്ണുകൾ, അത് നമ്മൾ ഓർത്താൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ കർത്താവിൻ്റെ കണ്ണ്. അതുപോലെ സൂര്യശോഭയ്ക്കൊത്ത മുഖമാ അവൻ്റെ മുഖം. അപ്പം അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണെന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ മനസ്സിലാകുന്നത്? എക്സ്റേ കണ്ണുകളാണ്. അവയ്ക്ക് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ചിലപ്പോഴേ കോപാഗ്നി പറക്കുകയും ചിലപ്പോൾ വേദനയും കമ്പാഷനും ആർദ്ര കരുണയും ദയയും ഒക്കെ ഉള്ള ആ കണ്ണുകളിലുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് അവൻ്റെ മുഖം സൂര്യശോഭയ്ക്കൊത്ത മുഖമാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കർത്താവ് ഇരിക്കുന്നിടത്ത് അവൻ്റെ മുഖമുണ്ടെങ്കിൽ പിന്നെ വിളക്കിൻ്റെ ആവശ്യമില്ലെന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് അവിടെ മുഴുവനും സൂര്യനേക്കാളും പ്രകാശമുള്ള കർത്താവിൻ്റെ മുഖം, അതിനെക്കുറിച്ച് നമ്മൾ കാണുക. പിന്നെ അവൻ്റെ കാലുകൾ ഉലയിലിട്ട് ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശം. Perhaps it was that fabulous compound that is called electrum, an alloy of gold and silver, which was very, very precious. ചുട്ടുപഴിപ്പിച്ച വെള്ളോട് അല്ലെങ്കിൽ ബാർണിഷ്ഡ് ബ്രോൺസ് എന്ന് നമ്മൾ എസെക്കിയേൽ പ്രവചനം 1-ാം-അധ്യായം 7-ാം വാക്യത്തിലും ദാനിയേലിൻ്റെ പുസ്തകത്തിലും ഒക്കെ അത് വായിക്കുന്നുണ്ട്. ഇറ്റ് റെപ്രസെൻറ്റ്സ് സ്ട്രെങ്ത് ആൻഡ് സ്പീഡ്. ആ ബർണിഷ്ഡ് ബ്രോൺസ് എന്നുള്ള ആ കാലുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അത് സ്ട്രെങ്ത് ആൻഡ് സ്പീഡാണ് കാണിക്കുന്നത്. ഇറ്റ് ഷോസ് ദ സ്വിഫ്റ്റ്നെസ് ഓഫ് ദ ഫീറ്റ് ഓഫ് ദ ലോർഡ് ടു ഹെൽപ്പ് ഹിസ് ചിൽഡ്രൻ, ഓർ ദ സ്വിഫ്റ്റ്നെസ് ഓഫ് ഹിസ് ഫീറ്റ് ടു പണിഷ് സിൻ. ശബ്ദമോ
പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം. ഹിസ് വോയിസ് വാസ് ലൈക്ക് ദ സൗണ്ട് ഓഫ് മെനി വാട്ടേഴ്സ്. എസെക്കിയേൽ 43:2 ഇങ്ങനെ ഇത് തന്നെ പറയുന്നുണ്ട്. അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ആയിരുന്നുവെന്ന്. ഇറ്റ് ക്യാൻ തണ്ടർ എ റിബ്യൂക്ക് or it can croon with comfort as a mother would comfort her crying child. Oh, imagine his voice, his sound or his voice. It can thunder a rebuke or it can croon with comfort as a mother would comfort her crying child. Amazing it is, isn't it? കയ്യില് 7 നക്ഷത്രം. അവൻ്റെ വലം കയ്യില് 7 നക്ഷത്രമുണ്ട്. 7 സഭകളുടെ ദൂതന്മാരാണ് 7 നക്ഷത്രം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് നയിക്കുന്നവരെ നക്ഷത്രങ്ങളെ പോലെയും എന്നേക്കും ശോഭിക്കുമെന്ന്. ദി ഹാൻഡ് ഓഫ് ക്രൈസ്റ്റ് ഈസ് സ്ട്രോങ് ഇനഫ് ടു അപ്ഹോൾഡ് ദി ഹെവൻസ് ആൻഡ് ഇറ്റ് ഈസ് ജെന്റിൽ ഇനഫ് ടു വൈപ്പ് your tears. Oh, that is again amazing. His hand is so strong that he can hold the heaven in his hands, but it is also gentle enough to wipe away your tears. നമ്മുടെ ഹൃദയത്തിന്റെ തേങ്ങലുകളെ ഒപ്പിയെടുക്കുവാൻ കഴിയുന്നവനായ ദൈവം ആ കൈകള്. അവന്റെ വായിൽ നിന്നും മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാള് പുറപ്പെടുന്നു. യെശയ്യാ പ്രവചനം 11:4 നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, തൻ്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും, തൻ്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. അത് നമ്മൾ ഒന്നുകൂടെ വായിക്കാം. തൻ്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും, തൻ്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലുമെന്ന് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. Yes, the word of God is living and active and sharper than any two-edged sword. അവൻ്റെ മുഖം സൂര്യശോഭയ്ക്കൊത്തതായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞപ്പോഴേ, ട്രാൻസ്ഫിഗറേഷൻ മൗണ്ടിലെ കണ്ട അതേ ശോഭയായിരിക്കും യോഹന്നാന്റെ ദർശനത്തിൽ കാണുന്നത്. കാരണം യോഹന്നാന് ട്രാൻസ്ഫിഗറേഷൻ മൗണ്ടിലെ കർത്താവിനെ കണ്ടതാണല്ലോ. അതെന്നെ ഓർമ്മ വന്നു കാണും. വെളിപ്പാട് പുസ്തകം 22:5 നമ്മൾ വായിക്കുന്നുണ്ട്, ഇനി രാത്രി ഉണ്ടാകുകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേലെ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്കിനി ആവശ്യമില്ല. പ്രഭാപൂരിതമായ ആ മുഖപ്രകാശം, ആ വെളിച്ചം, അത് വെളിച്ചം പകരുന്നതാ. നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ളത് കണിശമായിട്ടും ആ മുഖപ്രകാശത്തിൽ നിന്ന് പ്രകാശം പ്രാപിച്ച് ഇരുട്ടിലും അന്ധകാരത്തിലും ഇരിക്കുന്ന ലോകത്തിന് അത് റിഫ്ലക്റ്റ് ചെയ്ത് കൊടുക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദ 7 lampstands that represents the 7 churches, Ephesus, Smyrna, Pergamos, Thyatira, Sardis, Philadelphia, Laodicea എന്നീ 7 സഭകളെ റെപ്രസെന്റ് ചെയ്യുന്ന അത്. കർത്താവിൻ്റെ പ്രഭാമഹത്വം കണ്ട യോഹന്നാന് മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണുവെന്ന്. അപ്പോൾ അവൻ്റെ വലം കൈ യോഹന്നാന്റെ മേൽ വെച്ചു. യോഹന്നാനോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. I am the first and the last. I am the living God. I have the keys of death and Hades. അതേ, കർത്താവ് അനാദിയായും ശാശ്വതമായും ദൈവം തന്നെയാ. അമ്മയുടെ ഉദരത്തില് പിണ്ണാകാരമായിരുന്നപ്പോഴേ നമ്മെ അതിശയവും ഭയങ്കരമായിട്ട് സൃഷ്ടിച്ചവനാ. He is there at the moment of birth and at the time of death. അവൻ മരിച്ചവനായിരുന്നു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാ. അതിൻ്റെ താക്കോലും അവൻ്റെ കയ്യിലുണ്ട്. സങ്കീർത്തനങ്ങൾ 9:13 നാം വായിക്കുന്നുണ്ട്, മരണവാതിലുകളിൽ നിന്നും എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ എന്ന്. മരണവാതിലുകളിൽ നിന്നും എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:19 നാം വായിക്കുന്നത്, കർത്താവ് തന്നെ പറയുന്നതാണ്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് പറയാം, എൻ്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ നാളെയെ അഭിമുഖീകരിക്കുമെന്ന്.
നാം ആരാധിക്കുമ്പോൾ അത് ഈ വലിയ ഇത്ര ശ്രേഷ്ഠനായ ഒരു ദൈവത്തെ സാന്നിധ്യം നമുക്ക് ലഭ്യമാകണം. അവൻ്റെ വിശുദ്ധിയുടെ മുൻപിൽ നമ്മുടെ സ്വയമെല്ലാം തകരണം. ആ കാൽപാദത്തിങ്കൽ വീണ് നമസ്കരിപ്പാന് യോഹന്നാനെ പോലെ, അയ്യോ യോഹന്നാൻ കണ്ട പോലെ ഒന്ന് ദർശനം കാണുവാന് അപ്പാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, നാം ഇന്ന് പത്മോസിൻ്റെ അനുഭവത്തിലാണോ? ഈ പാൻഡമിക്കിൻ്റെ കാലത്ത് ഭാരത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും തേങ്ങലുകളുടെയും നെടുവീർപ്പുകളുടെയും മധ്യത്തിലാണോ? വേർപാടിൻ്റെ ദുഃഖത്തിലാണോ? എന്തായിരുന്നാലും അതെ, ആ പാദത്തിങ്കൽ വീണ് നമുക്കവനെ നമസ്കരിക്കാം. അതെ, നമ്മുടെ പത്മോസിൻ്റെ അവസ്ഥയൊക്കെ മാറ്റി വലങ്കൈ നീട്ടി, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാ, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് താങ്ങി നടത്തുമെന്നുള്ള കർത്താവിൻ്റെ ശബ്ദം നമ്മെ കേൾപ്പിക്കും. അവൻ നമ്മെ അരുമയോടെ കാത്ത് ഹൃദയത്തിൻ്റെ തേങ്ങലുകളെ ഒപ്പിയെടുക്കും. സ്വർഗത്തെ തൻ്റെ ഉള്ളംകൈയിൽ അടക്കാൻ കഴിയുന്നവനാ അവന്. അതെ, ആ കൈകൾ ആർദ്രതയോടെ നമ്മുടെ ഹൃദയത്തിൻ്റെ തേങ്ങലുകളെ ഒപ്പിയെടുക്കുകയും കണ്ണുനീരെ തുടച്ചു കളയുകയും ചെയ്യും. ആ ബലമുള്ള കരങ്ങളിലേക്ക് ഒരു റിസർവേഷനും കൂടാതെ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന നിത്യനുമായ ദൈവമേ, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ മഹിമയുടെ മുൻപിൽ താഴ്മയോടും മനോവിനയത്തോടും കൂടെ ഞങ്ങൾ അടുത്തു വരിക. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ, ദയുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് എത്ര വലിയവനാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇത്ര വലിയൊരു ദൈവത്തെ അബാപിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്തിൻ്റെ ആത്മാവും ശക്തിയും ഞങ്ങൾക്ക് തന്നതോർത്ത് നന്ദിയോടെ സ്തുതിക്കുക. കർത്താവെ, 7 പൊൻനിലവുകൾക്കിടെ നടുവിലെ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, പഞ്ഞി പോലെ മുടിയുള്ളവനായി, സൂര്യശോഭയ്ക്കൊത്ത മുഖമുള്ളവനായി, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി, കയ്യിൽ 7 നക്ഷത്രങ്ങളെ പിടിച്ച് വായിൽ ഇരുവായ്ത്തരയുള്ള വാളുള്ളവനായി, പെരുവെള്ളത്തിന്റെ ഇരച്ചില പോലെ ശബ്ദമുള്ളവനായി, വെള്ളോട് പോലെ കാലുള്ളവനായ കർത്താവിനെ യോഹന്നാൻ കണ്ടതുപോലെ ഒന്ന് കാണുവാൻ കർത്താവെ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ. കർത്താവെ, ഞങ്ങളെ അവിടുത്തെ വിശുദ്ധിയുടെ മുൻപിൽ നിൽക്കാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരല്ല കർത്താവെ. ആ കർത്താവിൻ്റെ വിശുദ്ധിയുടെ മുൻപിൽ നിൽക്കാൻ ഞങ്ങളെ ശുദ്ധീകരിച്ച് യോഗ്യതയുള്ളവരാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് രാജാതിരാജാവും കർത്താവുമായി മടങ്ങി വരുമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ആകയാൽ ഞങ്ങളെല്ലാവരും എണ്ണപാത്രങ്ങളെ നിറച്ച് ദീപങ്ങൾ തെളിയിച്ച് ഒരുക്കത്തോടെ ഇരിപ്പാൻ കർത്താവെ പലരെയും ഒരുക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ തിരുജനനത്തിലെ സർവ്വലോകത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷമാണല്ലോ ദൂതന്മാർ അറിയിച്ചത്. ഞങ്ങൾക്ക് കർത്താവെ ആ സന്തോഷം ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരോട്, ബലഹീനരോട്, മാർജിനലൈസ്ഡ് ആയിട്ടുള്ളവരോട് എല്ലാവരോടും അറിയിക്കുവാൻ തക്കവണ്ണമുള്ള കൃപ തരണ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ പൂർണ്ണമായി കരങ്ങളിൽ സമർപ്പിക്കുന്നു. അപ്പൊ ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ രക്തം കൊണ്ട് അടിയങ്ങളെ മുദ്രയിടുക. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, ഞങ്ങളുടെ സ്നേഹിതര്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, അവിടെയായിട്ട് പാർക്കുന്നവരെ എല്ലാ ഒപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗീയമായ നന്മകളെ കൊണ്ട്, കൃപകളെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനയായ അടിയനെയും കരങ്ങളിൽ വെക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അച്ഛനെയും കുടുംബത്തെയും, സെന്റ് മേരീസിലെ എല്ലാ കുടുംബങ്ങളെയും, ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കുറവുകൾ ഓർക്കാതെ അടിയങ്ങളെ അനുഗ്രഹിക്കണം കർത്താവെ. വേർപാടിൻ്റെ ദുഃഖത്തിലിരിക്കുന്നവരെ അങ്ങ് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിൻ്റെ തേങ്ങലുകളെ ഒപ്പിയെടുക്കുകയും കണ്ണുനീരിനെ തുടയ്ക്കുകയും ചെയ്യണം കർത്താവെ. രാജാധിരാജാവും കർത്താവുമായിട്ട് അങ്ങ് വരുമെന്നുള്ളത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്താവെ, വേഗം വരണമേ എന്ന് പറയാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ. മഹത്വമെല്ലാം അപ്പന് തരിക, രക്ഷകന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ പ്രാർത്ഥന ചേർന്നുവെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തീരിക്കപ്പെടുമാറാണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഇങ്ങനെ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, സഹവാസം നാം എല്ലാവരോടും വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന ഭവനങ്ങളോടും കൂടി ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.